പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ തലമുറ പുതിയ പുസ്തകങ്ങളും ഉടുപ്പുകളും കുടകളും എല്ലാമായി ലോകത്തിൻ്റെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി രൂപം കൊടുത്തിരിക്കുന്ന പാഠപുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ കടക്കുകയാണ്. അത് പ്രീ പ്രൈമറി തലം തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 1-ാം തീയതി വിദ്യാലയ വർഷം ആരംഭിക്കുമ്പോൾ സർവകലാശാല തലത്തിലും പുതുതലമുറക്ക് പുതിയ ലോകത്തേക്ക് കടക്കുവാനുള്ള വിജ്ഞാനത്തിൻ്റെ ലോകം തുറക്കുകയാണ്. തീർച്ചയായും പുതിയ സാഹചര്യത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിൽ വിജ്ഞാനത്തെ അതിനനുസൃതമായി നയിക്കുന്നതിന് നമ്മുടെ സർവകലാശാലകൾ, അത് നമ്മുടെ പൊതു സർവകലാശാലകളാകട്ടെ, സ്വകാര്യ സർവകലാശാലകളാകട്ടെ, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സർവകലാശാലകളാകട്ടെ, അവരൊക്കെ അതിനനുസരിച്ച് അവരുടെ കരിക്കുലവും പാഠ്യപദ്ധതിക്കും രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ കരിക്കുലം ഫ്രെയിംവർക്ക് NCF എന്നുള്ളത് നമുക്ക് പൊതുവിൽ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിന് അങ്ങനെ വിദ്യാഭ്യാസം കൺകറൻ്റ് ലിസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള ഒരു ഫ്രെയിംവർക്കിന് അനുസരിച്ച് അതിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളും ശേഷികളും അഭിരുചികളും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം നൽകുന്നത്. ദേശീയ തലത്തിലുള്ള ആ പാഠ്യപദ്ധതിക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ് പറയുക. അതിൽ നിന്നുകൊണ്ട് KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന പദ്ധതി 5 വർഷം മുമ്പ് രൂപം നൽകിയതാണ്. അതനുസരിച്ച് 1 മുതൽ 11 വരെയുള്ള പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പരിഷ്കരിച്ചു. ലോകത്തെ ഏറ്റവും പുതിയ അറിവുകളെ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള പാഠപുസ്തകങ്ങളാണ് അതിലൂടെ രൂപം നൽകിയിരിക്കുന്നത്. അതാകട്ടെ പ്രവൃത്തി അധിഷ്ഠിതമായ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്ന് പറയുന്ന കേവലം കാണാപ്പാഠം പഠിച്ചു പോകുന്നതിനപ്പുറത്ത് കുട്ടി അറിവുകളെ അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സ്വായത്തമാക്കുന്നതിന്, അന്വേഷിക്കുവാനും അറിവന്വേഷിക്കുവാനും അത് സ്വായത്തമാക്കുന്നതിനും ഉള്ള അവസരമാണ് ഈ പാഠപുസ്തകത്തിലെ പ്രവൃത്തികളിലൂടെ, ആക്ടിവിറ്റികളിലൂടെ ലഭിക്കുന്നത്. ഒരു പുതുമ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന, കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് പാരൻറ്റിംഗ് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു പുതിയ പാഠപുസ്തകം കൂടി ഈ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു മാറ്റമാണ്. രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് അറിയേണ്ടതുണ്ട് ഈ പുതിയ ലോകത്ത്. അതിനുള്ള അവസരം കൂടി നമ്മുടെ കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയിലുണ്ട്. പുതിയ ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് നടത്തിയ നയപ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ പാഠ്യപദ്ധതി സമൂലമായി പരിഷ്കരിക്കുമെന്ന് പറഞ്ഞു. സമഗ്രമായ ഈ പരിഷ്കാരം എന്താണ് എന്ന് പറയുവാൻ തയ്യാറായിട്ടില്ല. അത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തിയായ സാഹചര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയിരിക്കുന്നത് കേരളത്തിൻ്റേതായ KCF എന്ന് പറയുന്ന പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ്, സമീപനത്തിൽ നിന്നുകൊണ്ടാണ്, കേരള കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ സമീപനത്തിൽ നിന്നുകൊണ്ടാണ്. അത് ദേശീയ പാഠ്യപദ്ധതിക്ക് ബദലായി നമ്മൾ രൂപം കൊടുത്തിരിക്കുന്ന ഒന്നാണ്. ദേശീയ തലത്തിൽ ചരിത്ര നിരാസത്തിന്, ശാസ്ത്ര അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ശാസ്ത്രത്തെ നിരാകരിക്കുന്ന, വെട്ടിമാറ്റലുകൾ നടത്തുന്ന, അസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് ദേശീയ തലത്തിലുള്ളത് എന്ന് കണ്ടതാണ്. സുപ്രീം കോടതി ദേശീയ തലത്തിലെ NCERTയുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗം ഒഴിവാക്കാൻ അഭിപ്രായപ്പെട്ടതും ആവശ്യപ്പെട്ടതും അതനുസരിച്ച് ഒഴിവാക്കിയതും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തുതന്നെയായാലും ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു പാഠ്യപദ്ധതി പ്രചരിപ്പിക്കുമ്പോൾ അത് മറ്റൊന്നുകൊണ്ടുമല്ല, ദേശീയ ഗവൺമെൻറ് ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നിയിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന, പ്രാചീനത ഉദ്ഘോഷിക്കുന്ന ഒരു പാഠ്യപദ്ധതി മുമ്പോട്ട് വെക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ബദലുണ്ട് എന്ന് കാണിക്കുന്ന, ഇതിനെല്ലാം ബദലായി കുട്ടികളുടെ യുക്തിചിന്തയെ, ശാസ്ത്രചിന്തയെ, ചരിത്രാവബോധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതിയും പാഠപുസ്തകവുമാണ് കേരളത്തിലുള്ളത്. അതിനെ മാറ്റാനാണോ ഈ പുതിയ സർക്കാർ അവരുടെ നയപ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. എന്തു തന്നെയായാലും അങ്ങനെയായാൽ അത് ഈ കേരളീയ സമൂഹം അംഗീകരിക്കില്ല എന്ന് പറയാൻ കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനുള്ള പൈലറ്റ് പ്രൊജക്റ്റായ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ തുനിഞ്ഞപ്പോൾ അതിൽ വലിയ എതിർപ്പ്
അത് ചില വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇത് നടപ്പാക്കാനുള്ള സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, കേന്ദ്രവിഹിതം, വിദ്യാഭ്യാസത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം അതിൻ്റെ പേരിൽ തടഞ്ഞു വെക്കുകയും PM ശ്രീ എന്ന പേരിൽ ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്ന പദ്ധതി പ്രൊജക്റ്റ് കേരളത്തിലെ 150 വിദ്യാലയങ്ങളിൽ നടപ്പാക്കാനുമായിരുന്നു പരിപാടി. അതിനുള്ള തുകയാകട്ടെ 60-40 എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നൽകേണ്ടുന്ന തുകയായിരുന്നു. എന്നാൽ ആ പദ്ധതി അന്ന് നമ്മളെല്ലാം ഉയർത്തിയ, കൂട്ടായി കേരളത്തിലെ മതേതര സമൂഹം കൂട്ടായി ഉയർത്തിയ എതിർപ്പിൻ്റെ പ്രതിഷേധത്തെ മാനിച്ച് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അത് മരവിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന്. അന്ന് നിർത്തിവെച്ച PM ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. PM ശ്രീ സ്കൂളുകളുടെ സെലക്ഷൻ, അത് ആവശ്യമുള്ള സ്കൂളുകൾ, എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടില്ല. അതിന് 1 രൂപ പോലും അത്തരം വിദ്യാലയങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ നിന്നും നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സെലക്ഷൻ പൂർത്തിയാകാത്ത ഒരു പദ്ധതി കേരളത്തിൽ നടപ്പായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ നേരിട്ടത്. അന്നവർ പറഞ്ഞത് ഈ പദ്ധതി ഒഴിവാക്കുമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, തീർച്ചയായും അന്ന് തന്ന വാക്ക് കേരളീയ സമൂഹത്തിൽ, നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി കേരളീയ സമൂഹത്തോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതിൽ വാക്ക് പാലിക്കുവാൻ ഇന്നത്തെ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാണ്. അല്ലാതെ ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങാൻ പോകരുത്. ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ 328 കോടി രൂപ ഇതാ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥ വസ്തുത അതല്ല. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസത്തിന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ആക്ട് നടപ്പാക്കിയപ്പോൾ ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂണിഫോം, പാഠപുസ്തകം, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായം, ഈ ഇനത്തിൽ ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് തുക നൽകാൻ ബാധ്യതയുണ്ട്. അതൊരു ഭരണഘടനാ ബാധ്യതയാണ്. അതിൻ്റെ ഭാഗമായാണ് 328 കോടി രൂപ അനുവദിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. അതൊരു ഭരണഘടനാ ബാധ്യതയാണ്. അത് വർഷാവർഷം ലഭിക്കേണ്ട തുകയാണ്. നോക്കൂ, സമഗ്ര ശിക്ഷ കേരളക്ക് ഒരു വർഷം PAB മീറ്റിങ്ങിൽ നമ്മളൊരു വലിയ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകും. 10-600 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊണ്ടുപോകും. സ്കൂളുകളിൽ സുരീലി ഹിന്ദി, മധുരം മലയാളം, ഗണിതം മധുരം, ഇങ്ങനെ കുറേ പ്രൊജക്റ്റ്, സ്കൂളുകളുടെ മെച്ചപ്പെടുത്തുന്ന പ്രൊജക്റ്റുകൾ, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് പോവുക. ഇത് PAB മീറ്റിംഗ്, പ്രൊജക്റ്റ് അപ്രൂവൽ ബോർഡിൻ്റെ യോഗത്തിൽ വെച്ച് അവരത് വെട്ടിച്ചുരുക്കും. എന്നിട്ട് ഏതാണ്ട് ഒരു 400 കോടിയാണ് വർഷാവർഷം അനുവദിക്കുന്നത്. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ്. 600 കോടി അനുവദിക്കാണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൽ 600 കോടിയായിരിക്കും. എന്നാൽ അവർ അപ്രൂവൽ തരുന്നത് 400 കോടിക്കാണ്. ഈ 400 കോടിയിൽ 60% മാത്രമാണ് അവർ തരിക. നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് 40% വിനിയോഗിക്കേണ്ടത്. അതിൽ തന്നെ RTE ബാധ്യതയുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമുള്ള തുകയാണ് നമുക്കിപ്പോൾ അനുവദിച്ചത്. ഇത് കാട്ടിക്കൊണ്ടാണ് പറയുന്നത് തുക ലഭിച്ചു, ഇനിയും ലഭിക്കാൻ വേണ്ടി. തീർച്ചയായും ഈ പണം തടയണം എന്ന വാദമല്ല ഞങ്ങൾ ഒരിക്കലും മുമ്പോട്ട് വെച്ചത്. PM എന്ന പേര് വെച്ചതുകൊണ്ട് ഏതെങ്കിലും പണം വാങ്ങാൻ പാടില്ല എന്ന വാദമൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. പ്രൈം മിനിസ്റ്ററുടെ പേരിൽ പണം തന്നാലും. പക്ഷേ അതിന് പിന്നിലുള്ള അജണ്ടയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിനകത്തൊരു വർഗീയ അജണ്ടയുണ്ട്. അതിനകത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസം, ഇപ്പോൾ കേരളം മാത്രമാണ് ബദലുകൾ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നത്, തമിഴ്നാടും ഉണ്ട്. ഇവരെ കൂടി അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഹിന്ദുത്വ അജണ്ടയിലുള്ള കരിക്കുലവും പാഠപുസ്തകവും കുട്ടികളിലേക്ക് കുത്തിവെക്കുവാൻ ഗൂഢതന്ത്രം, അതാണ് PM ശ്രീ പദ്ധതിയിലെ നിഗൂഢത എന്ന് പറയുന്നത്. അതായിരുന്നു NEP നടപ്പാക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന പദ്ധതി ഇനിയിപ്പോൾ 2027 മുതൽ നടപ്പാക്കാൻ പോകുന്നത് SSA ഫോർ ഇംപ്ലിമെൻറ്റിംഗ് NEP എന്നുള്ള തരത്തിലാണ്. ഇന്ത്യക്കകത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള പദ്ധതിയായി SSA മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഭാവിയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെ സാഗൂതം വീക്ഷിക്കുകയാണ് മതേതര കേരളം. അതിൽ ഈ പുതിയ സർക്കാർ ഏത് രീതി സ്വീകരിക്കും എന്നുള്ളതും ഒരു പ്രധാന വിഷയമാണ്. നന്നായി വളരുവാൻ, ഭാവി ലോകത്തേക്ക് അവരുടെ ജീവനോപാധികൾ തേടി
അറിവിൻ്റെ ലോകത്തേക്ക് പോകുവാൻ ഉള്ള ഒരു വിദ്യാഭ്യാസ മാതൃക കേരളത്തിനുണ്ട്. അത് തുടർന്നു പോവുക തന്നെ വേണം. അതാകട്ടെ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അന്തരീക്ഷമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അത് തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെല്ലാ പിന്തുണയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കും. തിരിച്ച് മറിച്ചേതെങ്കിലും രീതിയിലാണെങ്കിൽ അതിനെ തടയുവാൻ, പ്രതിരോധിക്കുവാൻ കേരളീയ സമൂഹം തന്നെ ഇറങ്ങും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമുക്ക് നാളത്തെ സമൂഹത്തിന് ആയി ഇന്നത്തെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ കഴിയും. അതിനാകട്ടെ ഈ പുതുവർഷം നമുക്ക് തരുന്ന പിൻബലം എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.